ഇന്ന് 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഒപ്പം 20 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പൊതുചർച്ചയായ വിഷയങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ കോൺവോയും സെക്യൂരിറ്റി സിസ്റ്റവും. വലിയ കോൺവോയ് വെഹിക്കിളുകളുടെ നിര, അതുപോലെ തന്നെ ബ്ലാക്ക് SUV, റോഡ് ബ്ലോക്ക്, പോലീസിന്റെ വലിയ പ്രസൻസ്, ട്രാഫിക് കൺട്രോൾസ്, ഇതെല്ലാം വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ നമുക്ക് പുതിയൊരു മുഖ്യമന്ത്രി ആയിരിക്കുന്നു. ശ്രീ വി ഡി സതീശൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള വലിയൊരു ട്രാഫിക് കൺട്രോളോ അല്ലെങ്കിൽ നീണ്ട നിരയിലുള്ള കോൺവോയോ അദ്ദേഹത്തിന് വേണ്ട എന്ന്. 3 അല്ലെങ്കിൽ 4 വാഹനങ്ങൾ മാത്രം അദ്ദേഹത്തിന് എസ്കോർട്ടായിട്ട് മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനങ്ങളല്ല. മുഖ്യമന്ത്രിമാരുടെ സെക്യൂരിറ്റി തീരുമാനിക്കുന്നത് അതാത് സംസ്ഥാനത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഇവിടുത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കേരള പോലീസിന്റെ ഇന്റലിജൻസ് വകുപ്പിന്റെ റിപ്പോർട്ടും ഒപ്പം സ്പെഷ്യൽ ബ്രാഞ്ച്, സ്റ്റേറ്റ് ഇന്റലിജൻസ് വിങ്, അതുപോലെ തന്നെ സെൻട്രൽ ഇന്റലിജൻസ്, ഇവരുടെ എല്ലാ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് ഏത് രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇതിന് ത്രെറ്റ് പെർസെപ്ഷൻ അനാലിസിസ് എന്ന് പറയും. മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ത്രെറ്റ് പെർസെപ്ഷൻ അനാലിസിസ് അടിസ്ഥാനമാക്കിയാണ് സെക്യൂരിറ്റി ലെവലുകൾ തീരുമാനിക്കുന്നത്. ഇതിൽ പല കാര്യങ്ങൾ നോക്കിയാണ്. 1, പൊളിറ്റിക്കൽ ത്രെറ്റ്സ് നോക്കും. 2, എക്സ്ട്രീമിസ്റ്റുകളുടെ ത്രെറ്റ്സ് ഉണ്ടോ നോക്കും. 2, പ്രൊട്ടസ്റ്റ് റിസ്ക് ഉണ്ടോ നോക്കും. പിന്നെ ക്രൗഡ് മാനേജ്മെന്റ്, അസാസിനേഷൻ പോസിബിലിറ്റി ഉണ്ടോ നോക്കും. ഇതിനെല്ലാം ഇന്റലിജൻസ് അലർട്ട് കൊടുക്കുന്നതാണ്. ശ്രീ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ വളരെയധികം ത്രെറ്റ്സ് ഉണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ്. പ്രത്യേകിച്ച് CPIM RSS പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും രാഷ്ട്രീയപരമായി ശബരിമല പ്രൊട്ടസ്റ്റ് ഉണ്ടായതുകൊണ്ടും അദ്ദേഹത്തിനെതിരെ പേഴ്സണലായിട്ട് പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റ് ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിന് വലിയൊരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ആവശ്യം തന്നെയായിരുന്നു. പക്ഷേ പ്രശ്നം ഇതൊന്നുമല്ല. കേരളം പോലെ ചെറിയൊരു സംസ്ഥാനത്ത്, അതും ജനസാന്ദ്രത കൂടിയൊരു സംസ്ഥാനത്ത്, റോഡുകൾ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ സമയവും അടച്ചിടുകയും 15 മുതൽ 20 വാഹനങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്യുമ്പോഴാണ് ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇത് വലിയ രീതിയിൽ പബ്ലിക് ഇൻകൺവീനിയൻസ് ഉണ്ടാക്കുകയും ആംബുലൻസ് പോലെ വളരെ അത്യാവശ്യമായ വാഹനങ്ങൾ പോലും കടത്തിവിടാതെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. ഇതൊരു VIP കൾച്ചർ പോലെ തോന്നുകയാണ് ജനങ്ങൾക്കുണ്ടായത്. പിന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ബ്ലാക്ക് SUV ഇന്നോവയുടെ കാര്യം. അതാണ് ഏറ്റവും കൂടുതൽ ട്രോളും ക്രിറ്റിസിസവും ഉണ്ടാക്കിയത്. എന്തൊക്കെയായാലും മുഖ്യമന്ത്രിമാരുടെ ജീവൻ വളരെയധികം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവനിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും പോലീസോ ജനങ്ങളോ ആഗ്രഹിക്കുന്നുണ്ടാകില്ല. അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യം ഇതാണ്. ശ്രീ വി ഡി സതീശൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് വലിയ കോൺവോയ് വാഹനങ്ങളുടെ സെക്യൂരിറ്റി വേണ്ട എന്നാണ്. പക്ഷേ ആ പറഞ്ഞത് പ്രാക്ടിക്കബിളി പോസിബിൾ ആവാൻ ഒരു ചാൻസുമില്ല. മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി കേരള പോലീസിന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് കേരള പോലീസ് ഒരിക്കലും അതിലൊരു വിട്ടുവീഴ്ച ചെയ്യുകയില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ 3-4 വെഹിക്കിൾ മാത്രമേ അദ്ദേഹത്തിന് എസ്കോർട്ടായിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ അദ്ദേഹം ഇനി ഭരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള പ്രൊട്ടസ്റ്റ് കൂടും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ത്രെറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പോലീസ് വീണ്ടും സെക്യൂരിറ്റി ശക്തമാക്കും. ആ സമയത്ത് ജനങ്ങൾ വീണ്ടും ചോദിക്കരുത് നിങ്ങൾ അന്ന് പറഞ്ഞതല്ലേ 3-4 വെഹിക്കിൾസേ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുള്ളൂ എന്നൊന്നും. കാരണം ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് എല്ലാ റിപ്പോർട്ട്സിന്റെയും അനാലിസിസിന്റെയും ഭാഗമായിട്ടാണ്. അല്ലാതെ ഒരു മുഖ്യമന്ത്രിയുടെയും പേഴ്സണൽ ചോയ്സ് അല്ല അദ്ദേഹത്തിന് എത്ര രീതിയിലുള്ള സെക്യൂരിറ്റി വേണമെന്നുള്ളത്. മുൻ മുഖ്യമന്ത്രി നേരിട്ടുന്ന ഏറ്റവും വലിയ വിമർശനം അദ്ദേഹം നല്ല രീതിയിൽ ജനങ്ങളോടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടോ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രി ഒരു വ്യക്തി